നമ്മുടെ നാട്ടിൽ ഇതിനെ ചിപ്പി എന്നാണ് പറയുന്നത്. അപ്പം മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കല്ലുമ്മക്കായ എന്ന് അറിയപ്പെടുന്നു അല്ലേ. ഇപ്പം നമ്മുടെ നാട്ടിലെ ചിപ്പിയുടെ സീസണാണ്. ഇവിടെ സുലഭമായി ചിപ്പി കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ്. പിന്നെ ഇപ്പോൾ വില അല്പം കൂടുതലാണ്. എന്തുകൊണ്ടാണ് ഇത്രയും വില കൂടിയതെന്ന് അറിയില്ല കേട്ടോ. കഴിഞ്ഞ വർഷം ഈ ഒരു ചിപ്പിക്ക് 5 രൂപ കൊടുത്താണ് വാങ്ങിയത്. ഇപ്പോൾ അതിൻ്റെ ഇരട്ടി വില ആയിട്ടുണ്ട്. ചെറിയ ചിപ്പിയിൽ പോലും നിറച്ച് ചതയുണ്ട് കേട്ടോ. ചിപ്പി വലിയ ചിപ്പി അല്ലേ. എന്നും വന്നാൽ ഈ സമയത്തിന് ചിപ്പിയാണ്. എത്ര മണി തൊട്ട് തുടങ്ങും? ഒരു 11 മണിക്ക് തുടങ്ങും. 3 മണി വരെ. 3 മണിയാകുമ്പോൾ തീരുമോ ഇത്? തീരുമില്ല അല്ലേ. മംഗലത്തോണം കൊച്ചുകടയിൽ സ്ഥിരമായി ചിപ്പി കൊണ്ടുവരുന്ന ചേച്ചിയാണിത്. ഈ ചേച്ചിയുടെ കയ്യിൽ നിന്നാണ് എല്ലാവരും ചിപ്പി വാങ്ങുക. ചിപ്പി മേടിച്ചാൽ കപ്പ നിർബന്ധമാണ്. ചിപ്പിയും കപ്പയും കൂടെ ഒന്നിച്ചിട്ട് പുഴുങ്ങി കഴിക്കുന്ന ശീലമാണ് മിക്കവർക്കും. ഇപ്പോൾ ഇവിടെ 100 എണ്ണത്തിന് 1200 രൂപയാണ് വില വരുന്നത്. ഒരെണ്ണത്തിന് 12 രൂപയോളം വിലയുണ്ട്. പല സ്ഥലങ്ങളിലും പല വിലയാണ്. 15 രൂപ 20 രൂപ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ സ്ഥലത്ത് 100 എണ്ണത്തിന് 1200 രൂപയാണ് വില. ഇത് ഞാൻ കൊച്ചുകട മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇതിനെ ഇനി അടുത്ത് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം. വൃത്തിയാക്കി എടുക്കാൻ മടിച്ചാണ് പലരും ഇത് മേടിക്കാത്തത് കേട്ടോ. അപ്പോൾ ഇതിനെ വൃത്തിയാക്കി എടുക്കുന്നതും ഇതെങ്ങനെയാണ് നമ്മളിവിടെ പാകം ചെയ്യുന്നതും ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഇതിലോട്ട് മരിച്ചിനിയും കൂടെ ഇട്ട് ഒന്നിച്ചിട്ട് വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതിന് ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം കേട്ടോ. പായലിൽ പറ്റി വളരുന്നതാണ്, വേറെ ഒന്നുമല്ല. ഇത് പായലും ആ പാറയിൽ പറ്റി കിടക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. എൻ്റെ അമ്മ വൃത്തിയാക്കുന്നത് കണ്ടിട്ടാണ് ഞാനും ഇതൊക്കെ പഠിച്ചത്. ഇനി ഓരോ ചിപ്പിയും നമ്മളിങ്ങനെ ഇതുപോലെ വൃത്തിയാക്കി എടുത്തിട്ട് കപ്പയും കൂടെ ഇതിലിട്ട് പുഴുങ്ങണം. ഇനി ഈ കപ്പയും കൂടെ നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ഒന്നിച്ച് പുഴുങ്ങിയെടുക്കാം. പലർക്കുമുള്ള ഒരു സംശയമാണ് കപ്പയും ചിപ്പിയും കൂടെ പുഴുങ്ങുമ്പോൾ വെള്ളം ഒഴിക്കണോ എന്നുള്ളത്. ഒട്ടും തന്നെ വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ഇതുപോലെ കപ്പയും ചിപ്പിയും മാത്രം ഇട്ടാണ് പുഴുങ്ങാൻ. ഈ ചിപ്പിയിൽ തന്നെ ഇത് വേവാനുള്ള വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിനെ അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഒരു 20 മിനിറ്റ് മതിയാകും. 20 മിനിറ്റ് ഇതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് അപ്പം വെന്ത് പാകമായിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. പലർക്കും ചിപ്പി ഇവിടെ ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ. ഞാൻ ഇത് ഫ്രൈ ചെയ്യാൻ മേടിച്ചതാണ്. ഇതാ അങ്ങനെ നല്ല വെന്ത് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ എടുത്തിട്ട് തോരൻ വയ്ക്കാം. ഇത് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം, പിന്നെ ഫ്രൈ ചെയ്യാം. അത്യാവശ്യം മീഡിയം സൈസിലുള്ള ചിപ്പിയായിരുന്നു എല്ലാം. മംഗലത്തോണം കൊച്ചുകട മാർക്കറ്റിൽ രാവിലെ 10 മണിയോടുകൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കല്ലുമ്മക്കായ വാങ്ങാൻ കിട്ടും കേട്ടോ. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ കാണുമെന്നാണ് ആ ചേച്ചി പറഞ്ഞത്.